പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. സാധാരണ നമ്മൾ കറണ്ട് ചെക്ക് ചെയ്യുമ്പോൾ ടെസ്റ്റർ വേണം. ഇതൊരു റിമോട്ട് ടെസ്റ്റർ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കുന്നത്. അതായത് നമ്മൾ സർവീസ് കമ്പി മോട്ടറിൻ്റെ വയർ ഒക്കെ നമ്മൾ എവിടെയെങ്കിലും കട്ടായപ്പോഴെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ വെച്ച് നോക്കിയാൽ മതി കറണ്ട് ഉണ്ടോ ഇല്ലേ അറിയാൻ കഴിയും. ഇത് 2 മാസം 3 മാസം ടെസ്റ്റ് മാറി ടെസ്റ്റ് ചെയ്ത് അതിൽ ഏറ്റവും നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഏരിയ ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇത് IC മാത്രമാണ് 4017 IC. ഈ IC ഒരു LED ചേസർ IC ആണ്. അതായത് ഒരു പൾസ് കൊടുക്കുമ്പോൾ LED കത്തും, വേറൊരു പൾസ് കൊടുക്കുമ്പോൾ വേറെ LED കത്തും. അങ്ങനെ LED മാറി കത്തിക്കാൻ ഉപയോഗിക്കുന്ന IC ആണ്. ഈ IC ആണ് കറണ്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ IC മാത്രം മതി, ഇതാർക്കും ഉണ്ടാക്കാൻ കഴിയും. ഈ ICയിൽ നമ്മുടെ സാധാരണ കറണ്ട് പ്ലസ് മൈനസ് ആയിക്കാണ്ട് വേവ് 50 Hz മുതൽ 60 Hz വരെയാണ്. അപ്പം അത്രയും ഹെർട്സ് ഇത് ഫ്രീക്വൻസി കിട്ടുമ്പോൾ ഈ LED മാറി കത്തിക്കൊണ്ടിരിക്കും. നമ്മൾ 2 LED 3 LED വെച്ചാൽ മതി. കറണ്ട് മാത്രം ഈ LED ബ്ലിങ്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ LED ബ്ലിങ്ക് ചെയ്യൂല. അപ്പോൾ ഇതുകൊണ്ട് കറണ്ട് 100% നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ കഴിയും. കറണ്ട് ഇല്ലെങ്കിൽ ഈ LED പ്രകാശിക്കുക, ബ്ലിങ്ക് ചെയ്യൂല. അവിടെ സപ്ലൈ ഉണ്ടെങ്കിൽ മാത്രമേ ഈ LED ബ്ലിങ്ക് ചെയ്യുള്ളൂ. ഞാൻ ഇവിടെ 2 വീഡിയോ ഉണ്ട്. ഈ വീഡിയോയിൽ ഞാൻ ഒരു മോട്ടറിൻ്റെ കൺഫേം, അത് രാത്രിയാണ്. ആ വീട്ടുകാരൻ മോട്ടറിൽ വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി നോക്കി. അപ്പോൾ അവിടെ കുറഞ്ഞൊരു കേപ്പിൽ കറണ്ട് ഉണ്ട്, ഇങ്ങോട്ട് കറണ്ട് ഇല്ല. അവിടെ ആ ഇൻസ്റ്റലേഷൻ ചെയ്തുകൊണ്ട് പൊട്ടിക്കാണ്. അപ്പോൾ അത് ചെയ്താണ്. രണ്ടാമത്തെ ഒരു വീട്ടിൽ ഇതാ ഈ ബാത്റൂമിൽ കിട്ടുക, പുറത്ത് ബാത്റൂമിൽ കിട്ടുക ബൾബ് പ്രകാശിക്കില്ല എന്ന് പറഞ്ഞു. അത് രാത്രിയാണ്, നൈറ്റാണ് വിളിച്ച് പറഞ്ഞു. പോയി നോക്കുമ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്ത പൈപ്പിന്മേ അപ്പോൾ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്, എന്നാൽ ഇങ്ങോട്ട് ബ്ലിങ്ക് ചെയ്യുക. അപ്പോൾ പൈപ്പിൻ്റെ ഉള്ളിൽ 2 കേബിളും കട്ട് ചെയ്തിരിക്കാൻ. മൂന്നാമത് ഇപ്പം അടുത്ത് ഒരു 2 ദിവസം മുമ്പ് ഒരു മോട്ടർ വർക്ക് ചെയ്യില്ല ചെയ്തിട്ട് പറഞ്ഞിട്ട് പോയി നോക്കി. ഒരു മോട്ടർ വർക്ക് ചെയ്യില്ല എന്ന് വിളിച്ച് പറഞ്ഞു. അപ്പോൾ പോയി നോക്കി. അപ്പോൾ അവിടെ എങ്ങനെ പോകുമ്പോൾ കേബിള് എന്തോ കടിച്ച് അറുത്താണ്. നമ്മളവിടെ വെക്കുമ്പോൾ ലൈറ്റ് കത്തില്ല. അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ ലൈറ്റ് കത്തിയുണ്ട്. അപ്പോൾ ആ കട്ട് ചെയ്ത ഭാഗം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. മൂന്നാമത് ഒരു ഫാന് എർത്ത് ലീക്ക് ആയിക്കാം. അതും ടെസ്റ്റ് ചെയ്ത രംഗമാണ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ഞാൻ മെഷീനും കൊണ്ട് ഈ LED സർക്യൂട്ടും കൊണ്ട് ആകെ ഇതാണ്. ഇപ്പം ഞാൻ ഇതും കൊണ്ട് ആകെ 3 കംപ്ലൈൻറ്റ് 4 കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാൻ പോയി. 4ഉം വിജയിച്ചു. 4 കംപ്ലൈൻറ്റും ഇതോടെ വിജയിച്ചു. ഒന്നും പരാജയപ്പെട്ടില്ല. കറണ്ടില്ല, കേബിൾ കട്ടായാൽ അത് കത്തൂല. ന്യൂട്രൽ ലൈനും ഇത് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കുറഞ്ഞ ഫ്രീക്വൻസി വന്നാൽ ലോങ് ആകുമ്പോൾ ന്യൂട്രൽ ലൈൻ ബ്ലിങ്ക് ചെയ്യില്ല. ഫേസ് ലൈൻ കട്ട് ചെയ്താൽ ആ ഭാഗം ബ്ലിങ്ക് ചെയ്യില്ല. അപ്പോൾ ഇത് എല്ലാ ഇലക്ട്രീഷ്യന്മാർക്കും ടെക്നീഷ്യന്മാർക്കും ഈ ടെക്നിക്മാർക്കും ഇങ്ങനെ ഒരു സർക്യൂട്ട് ഉണ്ടാക്കിയാൽ ഇത് എന്നും പ്രയോജനപ്പെടും. ഒരു IC മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോൻ്റെ ലിങ്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക.